ചായ ചായ പിന്നെന്താ ദോശ ഉണ്ടാക്കണം. ഭയങ്കര തിരക്കുള്ള ദിവസമല്ലേ. കൊച്ച് അവന്റെ വാച്ച് വന്നില്ലേ, അതുകൊണ്ട് ഇന്നലെ രാത്രി ഉറക്കം പോലും ഇല്ലായിരുന്നു. രാവിലെ തന്നെ വാങ്ങാൻ പോയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാ രാത്രി മൊത്തം ഉറങ്ങാതെ തിരിഞ്ഞും പറഞ്ഞും കിടന്നത് അല്ലേ. ഇത് കണ്ടോ, ഓൺലൈനിൽ വാങ്ങിച്ചതാണേ. നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ ഓഫർ ഉണ്ടല്ലോ, ഓഫറിന്റെ സമയത്ത് വാങ്ങിച്ചതാ. നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് അടുത്ത വീട്ടിലാണ് കിട്ടിയത്. ബോൾട്ട് 1 year വാറന്റി ഉണ്ടല്ലോ. തുറക്കട്ടെ? എന്നാ തുറക്ക്. എടുക്കട്ടെ? വാച്ച് തുറന്നാ എന്റെ ചാർജറും കിട്ടി. വേറെ ഒന്ന് കാണാം. അതെന്റെ മനസ്സിൽ വെക്കാണ്ട. വാച്ചിങ് പിന്നെ നോക്ക്. സമയമില്ല കേട്ടോ. അത് ചാർജ് വെക്കാം. നമുക്ക് ചായ എടുക്കാം. സമ്മതത്തിന് പോകാനുള്ള വണ്ടിയാണ് ഈ കിടക്കുന്ന സുഹൃത്തുക്കളെ. വണ്ടിയുടെ അവസ്ഥ എന്താ, എറണാകുളം പോയിട്ട് വന്നപ്പോഴത്തേക്കും വണ്ടി ഇതായി. അങ്ങോട്ട് പോയപ്പോൾ അവിടെ ചെന്നിട്ടൊന്ന് കഴുകിയിട്ട് പോകുന്നതാണ്. ഇത് മൊത്തം പള്ള കയറി മുറ്റത്തെല്ലാം. ചേട്ടായേ, ഒരു തേങ്ങ പൊതിച്ച് തന്നേ. എന്നെ അനുസരിച്ചിട്ട് എനിക്ക് സമയമില്ല. ഞാൻ അപ്പോഴത്തേക്കും കഞ്ഞി അടപ്പിട്ട് ഈ കടലയൊക്കെ വേവിക്കാൻ വെക്കട്ടെ. സമയം ഉണ്ടക്ക പോ മനുഷ്യ, പോയി പൊതിച്ചിട്ട് വന്നേ. അത് പൊതിച്ച് തന്നിട്ട് പൊയ്ക്കോ. ഓ, ഇത്ര കഷ്ടമാണോ? ആ, തേങ്ങയില്ലാതെ എങ്ങനെ ചമ്മന്തി ആയിരിക്കും മനുഷ്യ. പേടിയുണ്ട എന്നെ അല്ലേ? തന്നെ പേടിച്ചിട്ട് ഉള്ളത് നല്ലതാ. ഞാൻ തീ പിടിപ്പിച്ചു. ഇനി പെട്ടെന്ന് കഞ്ഞിയടുപ്പ് ഇടണം. ഇത് ഓൾറെഡി കത്തി മനുഷ്യ. അയ്യാ, കത്തിക്കൊണ്ടിരിക്കണം. പിടിപ്പിക്കാൻ വരുവാ. വിറക് ഞാൻ വെച്ചോളാം. ഞാൻ അവിടെ നിന്ന് വിറക് പറക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു. അറിയാം നിങ്ങൾക്ക്. ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലാണ്. ഇതാ ദോശ ആക്കുന്നുണ്ട് ഞാൻ അല്ലേ. നമുക്ക് ദോശയും കടല ഞാൻ കുക്കറിൽ വേവിക്കുകയും വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ദോശയും കടലക്കറി ആയിരിക്കും, അല്ലെങ്കിൽ ദോശയും ചമ്മന്തി ആയിരിക്കും. കടലക്കറി പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ പരിപാടികൾ പെട്ടെന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാൻ ചോറിൻ്റെ അകത്തല്ല, അരി അടപ്പിട്ടു. ഇത് കണ്ടില്ല, അരിയൊക്കെ അടപ്പിട്ടിട്ടുണ്ട്. കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുക്കർ ചേട്ടൻ കിടന്ന് വിസിലടിക്കുന്നുണ്ട്. ഒരു 2 വിസിലും കൂടെ അടുപ്പിക്കണം. അപ്പം പാത്രം കഴുകുന്നത് കൊച്ചാണ്. കുറേ പാത്രം കഴുകാൻ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ചോറും കറിയും എല്ലാം ആക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഓരോരുത്തരും അവരെ കൊണ്ട് പറ്റുന്നത് പോലെ പണിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം ഒന്ന് ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി. ഇതാ 2 കപ്പളങ്ങ ഇരിപ്പുണ്ട്. താഴെ നിന്ന് ജസ്റ്റിൽ തന്നതാണ്, കറി വെക്കാൻ തന്നതാണ്. അതിപ്പോൾ പഴുത്ത് പോയി. നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കഞ്ഞി കുറച്ചും കൂടെ ഒന്ന് ഇതാകാനുണ്ട്, വേകാനുണ്ട്. അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അതാ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ദോശ, ചോറ് ഇതാണ്. പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തതുണ്ട്. അപ്പം അമ്മയ്ക്ക് മതി ഉച്ചക്കത്തേക്കും. അപ്പം ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ റെഡിയായി കല്യാണത്തിന് പോവുകയാണ്. പോരാൻ നേരത്ത് ഭയങ്കര തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വേറൊന്നും പിന്നെ നമ്മൾ കാണിക്കാതിരുന്നത്. റെഡിയായി. എങ്ങനെയുണ്ട്? എനിക്ക് പക്ഷേ ഈ മുടി കെട്ടിയത് ഒട്ടും തൃപ്തിയായില്ല. അഴിച്ചിട്ടാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഞാൻ മുടി അഴിച്ചിട്ടു. എനിക്ക് കെട്ടി വെച്ചിട്ട് എന്തോ പോലെ. അപ്പം ഇങ്ങനെയാണ്. ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഇതൊക്കെ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു മക്കളെ, പക്ഷെ ഒന്നും പറ്റിയില്ല. പുതിയ വാച്ച് മേടിച്ച് ഇട്ടു. പുതിയ വാച്ച് അവനിട്ടു. ഞാൻ ഈ ഡ്രസ്സ്, പിന്നെ ഒരു ചെറിയ നെക്ലേസ്, പിന്നെ എന്താ നമ്മുടെ സെയിം കളർ. ഒരു മിനിറ്റ് ഇപ്പം കാണിക്കാനേ. സെയിം കളർ ഇതാ, സെയിം കളറാണെന്ന് തോന്നുന്നു അല്ലേ. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കെട്ടിയനാണെങ്കിൽ മുണ്ടും ഈ കളർ ഷർട്ടും അതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ബാക്കി വളയില്ല. ഇനി ബാക്കി വിശേഷങ്ങള് അവന് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കുറെ തപ്പി കിട്ടിയില്ല. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമ്മുടെ ബന്ധുക്കളെയും എല്ലാരെയൊക്കെ കാണിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ വിചാരിക്കണു അല്ലേ. നോക്കാം.
ചെന്ന് കഴിഞ്ഞിട്ട് സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് ഞങ്ങൾക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. ചേട്ടയുടെ പെങ്ങളുടെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പം അതിനാണ് രാവിലെ തൊട്ട് ധൃതി പിടിച്ച് ഞങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണേ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പള്ളിയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലോട്ട് ചിലപ്പോൾ പോവും. എന്താണെന്നുള്ളത് ശരിക്കും തീരുമാനമായില്ല. അപ്പം ബാക്കി നമുക്ക് പിന്നീട് ഓരോ ഇതിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ മനസ്സമ്മതം നടക്കുന്ന പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചീക്കാട് പള്ളിയാണ്, കണ്ണൂർ ജില്ലയിൽ. ഇതാണ് പള്ളി. ണ്ട് ഒരുക്കങ്ങളൊക്കെ അടിപൊളിയാ? ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ പള്ളിയിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പെണ്ണും ചെക്കനും വന്നിട്ടുണ്ട്. അവർ പള്ളിയിലോട്ട് കയറിപ്പോയി. അങ്ങനെ മനസ്സമ്മതം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഹാളിലോട്ട് വന്ന് അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നേ. ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അമല വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് പഠനത്തിന് ശേഷം ക്വസ്റ്റ് ഗ്ലോബലിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. ജാക്സൺ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് പഠനത്തിന് ശേഷം IBMൽ സൈബർ സെക്യൂരിറ്റി കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്നു. ഇൻട്രൊഡക്ഷനും അതേപോലെ കേക്ക് കട്ടിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെക്ഷനായി. അപ്പോഴേക്കും വയറ്റിൽ കാറ്റ് കയറാൻ തുടങ്ങി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ എനിക്ക് നോയമ്പായതുകൊണ്ട് ഞാൻ ചോറും കുറച്ച് വെജിറ്റബിൾസും മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത്. നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡിന് ശേഷം നമുക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും എല്ലാം കഴിച്ച് ഏകദേശം വയറൊക്കെ ഒന്ന് സെറ്റായി. എല്ലാവരുടെയും ഫുള്ള് ടൈറ്റായി. അപ്പോൾ നമ്മുടെ കുഞ്ചർക്കും ചേട്ടയുടെ പുറം തിരുമ്മി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പം കൂടുതൽ ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് അങ്കിളിനെ അവൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ഇരുന്നാണെങ്കിൽ ഐസ്ക്രീം തിന്നുന്നുണ്ട്. ആരും ചോദിച്ചിട്ട് ഒരു മനുഷ്യർക്ക് ഐസ്ക്രീം കൊടുക്കുന്നില്ല. അങ്ങനെ അവളത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. വരുന്ന വഴിക്ക് എല്ലാവർക്കും വയറ് ടൈറ്റായിട്ട് തോന്നിയതുകൊണ്ട് ഒരു സോഡ ലെമൺ ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സോഡ ലെമൺ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ കടയിൽ കയറി അത് കഴിച്ച് വീട്ടിലേക്ക് പോയി.